ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 10 മിനിറ്റ്സ് ടു പാസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് കേരള PSCയുടെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം 2021 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ വീഡിയോസാണ്. മെക്കാനിക്കൽ റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. സോ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC അതേപോലെ ഇന്ത്യയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള PSCകളിൽ സോഫാർ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോസിലൂടെ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സാണ് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ്, അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതൊക്കെ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓരോ നോട്ടിഫിക്കേഷൻസ് ഓരോ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ വരാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓണാക്കി ഇട്ടേക്കുക. അതിൽ തന്നെ ഓൾ ക്ലിക്ക് ചെയ്തേക്കുക. സോ എപ്പോഴാണോ ഞാൻ നോട്ടിഫിക്കേഷൻ ഇടുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം എക്സാമിന് വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സ്റ്റീം ടർബൈൻസാണ് ഡീൽ ചെയ്യുന്നത്. തെർമോഡൈനാമിക്സിൽ അതിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റീം ടർബൈൻസ്. അപ്പോൾ സ്റ്റീം ടർബൈൻസിനെ പറ്റി നമുക്ക് ഒരു ബേസിക് പറയുകയാണെങ്കിൽ സ്റ്റീമിൻ്റെ സഹായത്തോടെ, സ്റ്റീമർ നമുക്കറിയാം വാട്ടർ, ആ വാട്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയിട്ട് അതിനെ സ്റ്റീമാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ഹയർ ടെമ്പറേച്ചറുള്ള സ്റ്റീമിനെ നമ്മൾ ഒരു ടർബൈൻ, അതായത് ഒരു വെയിൻസ് ഒക്കെ ഉള്ള ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിന് ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാകും. ആ സെക്കൻഡ് ലോ ഓഫ് മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ആ റൊട്ടേഷൻ ഉണ്ടാകുന്നത്. ആ റൊട്ടേഷൻ നമ്മൾ കപ്പിൾ ചെയ്യുന്നു, ഒരു ജനറേറ്ററിനോട് കപ്പിൾ ചെയ്യുന്നു. ആ ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രിസിറ്റി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇലക്ട്രിസിറ്റി അങ്ങനെ നമ്മൾ മനുഷ്യൻ യൂസ്ഫുൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് സ്റ്റീം ടർബൈൻസിൻ്റെ ഒരു അപ്ലിക്കേഷൻ. സ്റ്റീം ടർബൈൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി ലെവൽ ടർബൈൻ. എന്താണ് ഡി ലെവൽ ടർബൈൻ എന്നുള്ളത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ, മൾട്ടി സ്റ്റേജ് ടർബൈൻ, സിമ്പിൾ റിയാക്ഷൻ ടർബൈൻ, വെലോസിറ്റി കോമ്പോണൻറ്റ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഡി ലെവൽ ടർബൈൻ എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ടർബൈനുകളെ മെയിനായിട്ട് അതിപ്പം ഹൈഡ്രോളിക് ആണെങ്കിലും അതേപോലെ സ്റ്റീം ടർബൈൻസ് ആണെങ്കിലും മെയിനായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇമ്പൾസ് ആസ് വെൽ ആസ് റിയാക്ഷൻ എന്നുള്ളതാണ്, ബേസ്ഡ് ഓൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിൽ ഇമ്പൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്, ഞാൻ എടുത്തിരിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ്, അതിപ്പോൾ ഹൈഡ്രോളിക് ആണെങ്കിൽ ഹൈഡ്രോളിക് ടർബൈനാണ് എടുക്കുന്നതെങ്കിൽ അതിൽ വാട്ടർ ആയിരിക്കും വർക്കിംഗ് ഫ്ലൂയിഡ്. സ്റ്റീം ടർബൈൻസ് ആണെങ്കിൽ സ്റ്റീം ആയിരിക്കും വർക്കിംഗ് ഫ്ലൂയിഡ്. ആ വർക്കിംഗ് ഫ്ലൂയിഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ വെയിൻസിൽ പോയി തട്ടി ആ ഒരു എഫക്റ്റ് കാരണം, ആ ഒരു ഇമ്പാക്റ്റ് കാരണം ആ വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്ത് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ് ടർബൈൻസ്. ഓക്കെ, പക്ഷേ റിയാക്ഷൻ ടർബൈൻസ് എന്തായിരിക്കും? നമ്മളിതിനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രഷർ കുറച്ച് വെലോസിറ്റി കൂട്ടി നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് അതിന് എക്സ്പാൻഷൻ സംഭവിക്കുന്നു, അതിനൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് നമ്മുടെ വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇമ്പൾസിലെ പോലെ ആ ഒരു ഇമ്പൾസ് ആക്ഷൻ അല്ല, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രഷർ ഡിഫറൻസ് ഒക്കെയാണ് ഇതിനെ ആ ഒരു വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ദെൻ അതിനെ നമ്മൾ റിയാക്ഷൻ ടർബൈൻ എന്ന് വിളിക്കുന്നു. എന്താണ് ഡി ലെവൽ ടർബൈൻ? ഡി ലെവൽ ടർബൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഇമ്പൾസ് ടർബൈനാണ്. ഒരു ഇമ്പൾസ് ടർബൈനാണ്, അതൊരു സിമ്പിൾ ഇമ്പൾസ് ടർബൈനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇമ്പൾസ് ടർബൈൻ തന്നെ പലതുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡി ലെവൽ ടർബൈൻ, അതിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് കണ്ടു. ഇതല്ലാതെ റാച്ചോ ടർബൈൻസും കർട്ടിസ് ടർബൈൻസും ഇതെല്ലാം നമ്മൾ ഇമ്പൾസ് ടർബൈൻ്റെ ആ ഒരു ബേസിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റിനകത്ത് ഡി ലെവൽ ടർബൈനിൽ ആയിരിക്കണം എന്നല്ല ചോദിക്കുന്നത്, വേറെ ഒരു റാച്ചോ ടർബൈൻ എന്താണ് അല്ലെങ്കിൽ ഒരു കർട്ടിസ് ടർബൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറക്കാതെ തെറ്റുകൂടാതെ തന്നെ പറയാൻ പറ്റും അതൊരു ഇമ്പൾസ് ടർബൈൻസ് ആണ്. റിയാക്ഷൻ ടർബൈൻ അല്ല, ഇമ്പൾസ് ടർബൈൻ ആണ്. ഇത് KPSCയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആവാം മേ ബി നമുക്കിനി വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഒന്നും മറക്കാതെ പഠിക്കുക, നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് ഇമ്പൾസ് സ്റ്റീം ടർബൈൻ ദർ ഈസ് എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്സ്, എൻതാൽപ്പി ഡ്രോപ്പ് ഓൺലി ഇൻ മൂവിംഗ് ബ്ലേഡ്സ്, എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ നോസിൽസ്, നോ എൻതാൽപ്പി ഡ്രോപ്പ്. അപ്പോൾ എൻതാൽപ്പി എന്താ? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ലിറ്റിൽ സ്പീക്കിംഗ് അതൊരു എന്താണ്, ടോട്ടൽ ഹീറ്റ് ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിന് എന്തുമാത്രം ചൂടുണ്ട്, എന്തുമാത്രം ഹീറ്റ് ഉണ്ട് എന്നുള്ളതാണ് എൻതാൽപ്പി ഉദ്ദേശിക്കുന്നത്. ഇത് ടോട്ടൽ ഹീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടോട്ടൽ ഹീറ്റിന് ലോസ് ഉണ്ടാവും. നമുക്കറിയാം ടർബൈനിലൂടെ കടന്നു പോകുമ്പോൾ ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ ലോസ് എങ്ങനെ സംഭവിക്കുന്നു? ഇമ്പൾസ് ടർബൈനിൽ എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് നോസിലുകളിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് ഫിക്സഡ് ബ്ലേഡുകളിലോ മൂവിങ് ബ്ലേഡുകളിലോ ഒന്നും ആ ഒരു ഹീറ്റ് ലോസ് ഉണ്ടാകുന്നില്ല. ഇഫ് ഐ എം ടേക്കിംഗ് ആൻ ഇമ്പൾസ് ടർബൈൻ, ഞാൻ എടുത്തിരിക്കുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓർത്തിരിക്കുക. അങ്ങനെ ഒരു ഇമ്പൾസ് സ്റ്റീം ടർബൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ നോസിലുകളിൽ മാത്രമാണ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുക, എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ ഓൺ 2 sides ഓഫ് ദ ഇമ്പൾസ് വീൽ ഓഫ് സ്റ്റീം ടർബൈൻ ഈസ്. എന്താ ചോദിച്ചിരിക്കുന്നത്?
ഒന്നാമത് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആണ്, ഇറ്റ് ഈസ് ഡിഫറൻ്റ് ആണ്. സി ഇൻക്രീസസ് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്, ഡിക്രീസ് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്. ഒന്നാമത് സെയിം എന്ന് പറയുന്നു, അതായത് ഒരു ഇമ്പൾസ് വീലിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷർ, ഞാനൊരു ഇമ്പൾസ് വീൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷർ സെയിം ആയിരിക്കും എന്ന് പറയുന്നു. ഡിഫറൻ്റ് ആയിരിക്കും എന്ന് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു. തേർഡ് ഓപ്ഷൻ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് കൂടാം. ഫോർത്ത് ഓപ്ഷൻ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് പോകുന്നതോറും കുറയാം. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം എന്നുള്ളതാണ്. ഒരു ഇമ്പൾസ് വീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിരിക്കും എപ്പോഴും. പ്രഷറിന് ഒരു കുറവുണ്ടാകത്തില്ല. ആദ്യമേ നോസിലും ഉണ്ട്, ആ നോസിലിൽ ഒരു പ്രഷറിന് ഒരു ചെറിയൊരു ഡിക്രിമെൻ്റ് ഉണ്ടാകും. അതിനുശേഷം ആ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതൊരിക്കലും കൂടുന്നില്ല, ഒരിക്കലും കുറയുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു ഇമ്പൾസ് ടർബൈൻ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രോളിക്സ്, നമ്മളിനി ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അവിടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു ഇമ്പൾസ് ടർബൈൻ, അതായത് നമ്മുടെ പെൽട്ടൺ വീൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പൾസ് ടർബൈനാണ്, ഇമ്പൾസ് ഹൈഡ്രോളിക് ടർബൈനാണ്. അത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ് ഒരു പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് മാറത്തില്ല, ഒരിക്കലും അതിൻ്റെ പ്രഷർ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യത്തില്ല കേസിങ്ങിനുള്ളിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഇൻ ആൻ ഇമ്പൾസ് ടർബൈൻ ദ പ്രഷർ ഓഫ് സ്റ്റീം ജെറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ദ നോസിൽ. നോസിലിനുള്ളിൽ പ്രഷറിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. ഓക്കെ, അതങ്ങനെയാണല്ലോ. നോസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രഷറിൻ്റെ വാല്യൂ കുറയ്ക്കുക, വെലോസിറ്റിയുടെ വാല്യൂ ഡ്രാസ്റ്റിക്കലി കൂട്ടുക. അതിനുവേണ്ടിയാണ് ഒരു നോസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വൈൽ പാസിംഗ് ത്രൂ ദ മൂവിങ് ബ്ലേഡ്. മൂവിങ് ബ്ലേഡുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ പ്രഷറിന് മാറ്റമില്ല. നോസിലൂടെ ഒന്ന് കുറയുന്നു, അതിനുശേഷം മൂവിങ് ബ്ലേഡുകൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂവിന് മാറ്റം ഉണ്ടാകുന്നില്ല. ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റീം ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ നോസിൽ ആൻഡ് ഈസ് റിഡ്യൂസ്ഡ് വൈൽ പാസിംഗ് ത്രൂ ദ മൂവിങ് ബ്ലേഡ്. ഇനി വെലോസിറ്റിയുടെ ഒരു മാറ്റം കൂടെ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് സ്റ്റീം നോസിലൂടെ പോകുമ്പോൾ എന്തായാലും കൂടും, അത് നമുക്കറിയാം. നോസിലൂടെ പോകുമ്പോഴത്തേക്ക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറഞ്ഞ് വെലോസിറ്റി കൂടുന്നു. ആൻഡ് ഈസ് റിഡ്യൂസ്ഡ് വൈൽ പാസിംഗ് ത്രൂ ദ മൂവിങ് ബ്ലേഡ്. കാരണം മൂവിങ് ബ്ലേഡിലൂടെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫ്രിക്ഷനൊക്കെ ഓവർടേക്ക് അല്ലെങ്കിൽ അത് ഓവർകം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് കുറവുണ്ടാകും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. നോസിലും അതേപോലെ മൂവിങ് ബ്ലേഡ്സ്, ഫിക്സഡ് ബ്ലേഡ്സ്, മൂവിങ് ബ്ലേഡ്സ്. അപ്പോൾ ഒരു രണ്ട് സെറ്റ് മൂവിങ് ബ്ലേഡും ഒരു ഫിക്സഡ് ബ്ലേഡിലൂടെ പോകുമ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വെലോസിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി വെലോസിറ്റി ഈസ് വെരി ലെസ്, വെലോസിറ്റി ഭയങ്കര കുറവാണ്. അതിനുശേഷം നോസിലൂടെ കഴിയുമ്പോൾ വെലോസിറ്റി ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്തു. ദെൻ മൂവിങ് ബ്ലേഡ്സിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കുറയുന്നു. ഫിക്സഡ് ബ്ലേഡിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദെൻ അഗെയിൻ മൂവിങ് ബ്ലേഡ്സ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. ദെൻ വാട്ട് ഈസ് ദ കേസ് ഓഫ് പ്രഷർ? പ്രഷറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? പ്രഷറിന് ഓൾറെഡി ഒരു ഹയർ പ്രഷറിലാണ് നമ്മുടെ ഫ്ലൂയിഡ് വരുന്നത്. നമുക്കറിയാം കംപ്രസറിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടർബൈനിലേക്ക് വരുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള പ്രഷറിലാണ് നമ്മുടെ ആ ഒരു ഗ്യാസ്, ആ ഒരു സ്റ്റീം വരുന്നത്. ആ സ്റ്റീം നോസിലൂടെ കിടക്കുമ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസായി. പിന്നെ കണ്ടോ, പ്രഷർ മാറുന്നതേയില്ല, പ്രഷർ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റായി വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ് വൈൽ ദ സ്റ്റീം പാസസ് ത്രൂ ദ ബ്ലേഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ദർ ഈസ് എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ ബോത്ത് ദ ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്. ദർ ഈസ് എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ ഫിക്സഡ് ബ്ലേഡ്, ദർ ഈസ് എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് ആൻഡ് ദർ ഈസ് നോ എൻതാൽപ്പി ഡ്രോപ്പ്. എൻതാൽപ്പി ഡ്രോപ്പ് ഇല്ല. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ നമ്മൾ എൻതാൽപ്പി ഡ്രോപ്പ് എവിടെ സംഭവിക്കുന്നു? എൻതാൽപ്പി ഡ്രോപ്പ് മൂവിംഗ് ബ്ലേഡിലും ഫിക്സഡ് ബ്ലേഡിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ബോത്ത് ഇൻ ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്. നമുക്ക് ഫിക്സഡ് ബ്ലേഡ്സ് ഉണ്ട്, മൂവിംഗ് ബ്ലേഡ്സ് ഉണ്ട്. ഫിക്സഡ് ബ്ലേഡിലും മൂവിംഗ് ബ്ലേഡിലും എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എ reaction steam turbine, there is enthalpy drop both in fixed and moving blades. In the case of impulse steam turbine, there is enthalpy drop in nozzle. അതാണ് നമ്മളത് നേരത്തെ ഒരു ഇതേ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ നോസിലിൽ മാത്രമാണ് ഒരു ഇമ്പൾസ് സ്റ്റീം ടർബൈനിൽ എനർജി ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാവുക. In reaction turbine, the expansion of steam take place partially in the fixed blade and partially in the moving blade. അതായത് എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ടാണ് എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഫിക്സഡ് ബ്ലേഡിലും അതേപോലെ മൂവിങ് ബ്ലേഡുകളിലും ആയിട്ട് എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്, പ്രഷർ കുറയുന്നുണ്ട്. അതായത് എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷർ കുറയുന്നുണ്ട്. സോ എന്ത് സംഭവിക്കുന്നു? ആ ഒരു ഫിക്സഡ് ബ്ലേഡിലും മൂവിങ് ബ്ലേഡിലും അതിൻ്റെ എൻതാൽപ്പി ഡ്രോപ്പ് കാണാൻ കഴിയുന്നു ഫോർ എ റിയാക്ഷൻ ടർബൈൻ. അടുത്തത് കോമ്പൗണ്ടിങ് ഓഫ് സ്റ്റീം ടർബൈൻ. എന്താണ് കോമ്പൗണ്ടിങ് ഓഫ് ദ സ്റ്റീം ടർബൈൻ എന്തിനു വേണ്ടി ചെയ്യുന്നു? നമുക്ക് സ്റ്റീം ടർബൈൻ്റെ കോമ്പൗണ്ടിങ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അതിൽ റിഡ്യൂസിങ് ദ വർക്ക് ഡണിന് വേണ്ടിയാണോ, ഇൻക്രീസിങ് ദ റോട്ടർ സ്പീഡാണോ, റിഡ്യൂസിങ് ദ റോട്ടർ സ്പീഡാണോ, ബാലൻസിങ് ടർബൈനാണോ, ടർബൈനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് സി, ദാറ്റ് ഈസ് റിഡ്യൂസിങ് ദ റോട്ടർ സ്പീഡ്. നമുക്കറിയാം സ്പീഡിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് റോട്ടർ ഒരു അനിയന്ത്രിതമായിട്ടുള്ള സ്പീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമുള്ള വൈബ്രേഷൻസ്, മെക്കാനിക്കൽ ലോസ് ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കണം. ആൻഡ് ടു അവോയ്ഡ് ദാറ്റ് വി നീഡ് ടു റിഡ്യൂസ് ദ സ്പീഡ്. ആൻഡ് ഫോർ റിഡ്യൂസിങ് ദാറ്റ് സ്പീഡ്, റോട്ടർ സ്പീഡ്, വി ആർ യൂസിങ് ദിസ്
ടെക്നിക്ക് ഓഫ് കോമ്പൗണ്ടിങ് ഓഫ് സ്റ്റീം ടർബൈൻ. ആ ഒരു കോമ്പൗണ്ടിങ് നമ്മൾ ചെയ്യുന്നു. ഇനി കോമ്പൗണ്ടിങ് പല ടൈപ്പിലുണ്ട്. പ്രഷർ കോമ്പൗണ്ടിങ്, വെലോസിറ്റി കോമ്പൗണ്ടിങ്, പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടിങ്. ഇനി ഓരോന്നിലും എന്താണ് ചെയ്യുന്നത് കൂടെ പഠിച്ചു വെച്ചേക്കുക. ഡി ലെവൽ ടർബൈൻ ആണ്, നമുക്കറിയാം ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ആണ്. അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് വെലോസിറ്റി കോമ്പൗണ്ടിങ് ആണ്. ദെൻ വാട്ട് ഈസ് റാച്ചെ ആൻഡ് സോളി ടർബൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് ടർബൈൻ ആണ്, എന്ത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിങ് ആണ്? ദാറ്റ് ഈസ് പ്രഷർ കോമ്പൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ ദ കേസ് ഓഫ് കേർട്ടിസ് ടർബൈൻ, ഒരു കേർട്ടിസ് ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദെൻ വെലോസിറ്റി ആൻഡ് പ്രഷർ കോമ്പൗണ്ടിങ്. അപ്പോൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് വെലോസിറ്റി ആൻഡ് പ്രഷർ കോമ്പൗണ്ടിങ് കമ്പൈനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് കേർട്ടിസ് ടർബൈൻ. ഇൻ റിയാക്ഷൻ ടർബൈൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ. ഒരു റിയാക്ഷൻ ടർബൈനിൽ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. അറിയാമല്ലോ, നമ്മളത് ഒരു ഇനി ഹൈഡ്രോളിക്സ് വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയാ ഹൈഡ്രോളിക് മെഷീൻസിൽ വരുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഡ്രാഫ്റ്റ് ട്യൂബിനെ പറ്റി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്നുള്ളത് ഞാൻ ഈ ഫിഗർ കാണിക്കും. ഇതാണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഫ്രാൻസിസ് ടർബൈനാണ്. ആ ഫ്രാൻസിസ് ടർബൈനിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് ഇറങ്ങി വീഴുന്ന വഴി നമുക്കൊരു ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ ടർബൈനുമായിട്ട് ബന്ധപ്പെട്ട് മേ ബി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റീം ടർബൈൻ്റെ കീഴിൽ നമുക്ക് വരാൻ പറ്റും. അവിടെ നമുക്ക് ഒരു റിയാക്ഷൻ ടർബൈൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീം ടർബൈൻസിലും ഉണ്ട്, അതുപോലെ ഫ്ലൂ ടർബൈൻസിലും ഉണ്ട്, ലിക്വിഡ് ടർബൈൻസിലും ഉണ്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ ടർബൈൻസിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത് ടു കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ലോ ബൈ ദ ഗ്രാജുവൽ എക്സ്പാൻഷൻ ഓഫ് ലോ ക്രോസ് സെക്ഷൻ. നമുക്കറിയാം കൈനറ്റിക് എനർജി, നമുക്ക് ഇവിടെ ഒരു കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു യൂസ് ദിസ് ഇൻക്രീസിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഡ്രാഫ്റ്റ് ട്യൂബ്. ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഇങ്ങനെ കൂടി വരുന്ന ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്താൽ ആ ഒരു കൈനറ്റിക് എനർജി ലോസിനെ എനിക്ക് എടുക്കാൻ പറ്റും, എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അതിനെ എനിക്ക് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇൻ എഫക്ട് ദ വർക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അടുത്തത് ദ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് വർക്ക് ടു ദ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡിക്കേറ്റഡ് വർക്ക്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലർക്കും ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഡയഗ്രാം ഫാക്ടർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഒരു ഇൻഡിക്കേറ്റഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന വർക്ക്. ദാറ്റ് ഈസ് ഒരു ബ്രേക്ക് പവറിനേക്കാളും കൂടിയ ഒരു വർക്കാണ് ഇൻഡിക്കേറ്റഡ് പവർ. ഇപ്പോൾ ഒരു ഐസ് എഞ്ചിൻ നോക്കുവാണെങ്കിൽ അതിനുള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് വർക്ക്. അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേറ്റഡ് വർക്ക് അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡിക്കേറ്റഡ് വർക്കിനേക്കാളും എന്തുമാത്രം കുറവാണ് എന്നുള്ളത് ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ഡയഗ്രാം ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ മേ ബി കൂടുതലായിരിക്കാം, ആക്ച്വൽ ഇൻഡിക്കേറ്റഡ് വർക്ക് ബൈ കാൽക്കുലേഷൻ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു വാല്യൂ തമ്മിലുള്ള റേഷ്യോനെയാണ് ഈ ഒരു ഡയഗ്രാം ഫാക്ടർ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് സ്റ്റീം ടർബൈൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ ഐസി എഞ്ചിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഇൻഡിക്കേറ്റഡ് വർക്കിൻ്റെ എക്സാമ്പിൾ ഐസി എഞ്ചിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സ്റ്റീം എഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ എടുക്കുന്നത് ഈ ഇൻഡിക്കേറ്റഡ് വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡയഗ്രാം ഫാക്ടർ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. വാട്ട് ഈസ് എ കേർട്ടിസ് ടർബൈൻ? ഒരു കേർട്ടിസ് ടർബൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ടൈപ്പ് ടർബൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേർട്ടിസ് ടർബൈന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കോമ്പൗണ്ടിങ്ങും ഉണ്ട്, വെലോസിറ്റി കോമ്പൗണ്ടിങ്ങും ഉണ്ട്. അത് രണ്ടും കൂടെ ഉള്ള ഒരു സ്റ്റീം ടർബൈനെയാണ് നമ്മൾ കേർട്ടിസ് ടർബൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. ആ ഒരു കോമ്പൗണ്ടിങ്, വാട്ട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിങ് ഉള്ളത് പഠിച്ചാൽ തന്നെ ബാക്കി കാര്യങ്ങൾ കിട്ടിക്കഴിയും. ഓക്കെ, എ കർവ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്കറിയാം പവർ സ്റ്റേഷനുകളിൽ ലോഡ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ആ ലോഡ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് ആ പവർ സ്റ്റേഷനിൽ എന്തുമാത്രം ലോഡ് വ്യത്യാസം വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന കർവിനെയാണ് നമ്മൾ ലോഡ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഡ് കർവ് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടൈം നമുക്കറിയാം രാത്രി കാലങ്ങളിൽ കൂടുതൽ പവർ എടുക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ കൺസപ്ഷൻ ഏതാണ്, അങ്ങനെയുള്ള ഒരു പവർ വേരിയേഷൻ അല്ലെങ്കിൽ ആ ലോഡ് വേരിയേഷൻ നമുക്ക് എനിക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോഡ് കർവിനെ അനലൈസ് ചെയ്താൽ മതി. ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ദ എനർജി സപ്ലൈഡ് ടു റോട്ടർ ഇൻ എ ടർബൈൻ സ്റ്റേജ് ഈസ് കോൾഡ്. അതായത് വർക്ക് ഡൺ ടു ദ എനർജി സപ്ലൈഡ് ടു ദ റോട്ടർ. ഒരു റോട്ടറുണ്ട്, ആ റോട്ടർ നമുക്ക് കുറച്ച് വർക്ക് തരുന്നുണ്ട്. ആ വർക്ക് എന്തുമാത്രം വർക്ക് തരുന്നു ഡിവൈഡഡ് ബൈ എന്തുമാത്രം എനർജി സപ്ലൈ ചെയ്യണം. ആ ഒരു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് തന്നെയാണ്. സാധാരണ ഒരു എഫിഷ്യൻസി ആണുള്ളത്. ആ എഫിഷ്യൻസി എന്ത് ടൈപ്പ് എഫിഷ്യൻസി നോക്കാം. അത് ഇവിടെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ബ്ലേഡ് എഫിഷ്യൻസിയാണ്. നമുക്ക് സ്റ്റേജ് എഫിഷ്യൻസി എന്തായാലും വരാൻ ചാൻസ് ഇല്ല. നോസൽ എഫിഷ്യൻസി വരത്തില്ല. നോസൽ എഫിഷ്യൻസിയാണ് നോസൽ ടൈംസും വരും. അപ്പോൾ അത് ബ്ലേഡ് എഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് V² - V1² ഡിവൈഡ് ബൈ V² എന്നുള്ളത്. വേർ V എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലേഡിലേക്ക് വരുന്ന വെലോസിറ്റിയാണ്. V1 എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി. അപ്പോൾ V എന്ന് പറഞ്ഞിരിക്കുന്നത് V1-നേക്കാൾ വലുതായിരിക്കും. ഡിവൈഡ് ബൈ ഈ ഒരു V², ദാറ്റ് ഈസ് വരുന്ന എനർജി, വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലേഡ് എഫിഷ്യൻസി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. ഇൻ ദ റാങ്കിൻ സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ ടർബൈൻ. ഒരു ടർബൈനിൽ നിന്നും പുറത്തേക്ക് കിട്ടുന്ന വർക്കിനെ എങ്ങനെ കാണിക്കാൻ പറ്റും? നമുക്കറിയാം റാങ്കിൻ സൈക്കിളിൽ ഒരു ടർബൈനിൽ നിന്ന് നമുക്കറിയാം പുറത്ത് ഒരു വർക്ക് കിട്ടുന്നുണ്ട്. ആ വർക്കിനെ എങ്ങനെ കാണിക്കാം?
റാങ്കിൻ സൈക്കിൾ എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻസും ദേ ആർ ഇൻ അഡയബാറ്റിക് സ്റ്റേറ്റ്. അപ്പോൾ അഡയബാറ്റിക് സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ വരുന്ന വർക്കിൻ്റെ ഇക്വേഷനുകൾക്കകത്ത് എൻതാൽപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻതാൽപ്പിയുടെ ടേം എവിടെ നോക്കുക, ദറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ബിറ്റ്വീൻ ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അപ്പം എൻതാൽപ്പികൾ തമ്മിൽ, ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിലുള്ള എൻതാൽപ്പി എടുത്താലേ എനിക്ക് അവിടുത്തെ വർക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എന്തായാലും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എടുത്തൊരു കാര്യമില്ല. അതേപോലെ എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പിയും വർക്കും തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എൻതാൽപ്പി, പക്ഷേ ഒരു എൻതാൽപ്പി നമുക്കറിയാം, നമുക്കൊരു ഒരു എഫിഷ്യൻസി ഓഫ് എ റെഫ്രിജറേറ്റർ ഒക്കെ നോക്കിയാൽ മതി, അതിലും നമ്മൾ H1 H2 അങ്ങനെയുള്ള ടേമുകളാണ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ അത് അങ്ങനെയൊന്നും നമ്മൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുക. ആ റാങ്കിൻ സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഔട്ട്പുട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ, വാല്യൂ കിട്ടണമെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി എടുത്താലേ കാര്യമുള്ളൂ. ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ സ്പീഡ് ഓഫ് ടർബൈൻ കോൺസ്റ്റൻറ്റ് ഫോർ വേരിയസ് ലോഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തെറ്റിക്കാൻ ഉള്ള ഒരു ചാൻസ് പോലെ നമുക്ക് തോന്നിയേക്കാം. നമുക്ക് പല ലോഡ് കണ്ടീഷനുകളുണ്ട്. നമുക്കറിയാം, ഒരു ടർബൈനിൽ സാധാരണയായിട്ട് ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോഡ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയുകയും ലോഡ് കുറഞ്ഞാൽ സ്പീഡ് കൂടുകയും ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് മിക്ക മെക്കാനിക്കൽ ഡിവൈസുകൾക്കും ഉള്ളത്. അങ്ങനത്തെ ആ ഒരു എഫക്റ്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗവർണർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവേണിംഗ് ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഗവേണിംഗ് മീൻസ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ലോഡ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് കുറഞ്ഞാലും ലോഡ് കൂടിയാലും നമ്മുടെ ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് മെയിൻറ്റെയിൻ ടു ബി കോൺസ്റ്റൻറ്റ്. അതിനെ കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ഗവേണേഴ്സ്. നമ്മുടെ വർക്കേഴ്സിലെ ഗവർണർ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാ, നമുക്ക് സ്പീഡ് കൂടരുത്, അതിനുവേണ്ടി നമ്മൾ ഗവർണർ വെച്ച് കൊടുക്കുന്നു. സോ ഒരു പർട്ടിക്കുലർ സ്പീഡിനേക്കാൾ കൂടത്തില്ല. ഹൈ ലോഡ് ഫാക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ടർബൈൻ ഹൈ ലോഡ് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു പവർ സ്റ്റേഷൻ ഹൈ ലോഡ് ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ജനറേഷൻ പെർ യൂണിറ്റ് പവർ ഈസ് ഇൻക്രീസ്ഡ് ആണോ, അതോ ടോട്ടൽ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ടൈം ആണോ, ടോട്ടൽ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് നോട്ട് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ആണോ, ലോഡ് ഓൺ പ്ലാന്റ് ഈസ് ഹൈ ആണോ? അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ടൈം. നമുക്കറിയാം, ഒരു പ്ലാന്റിന് മാക്സിമം കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് പറയാം, എത്ര ലോഡ് അതിനകത്തേക്ക് ചെല്ലാൻ പറ്റുന്നുള്ളത്. അത്രയും പ്ലാന്റ് കപ്പാസിറ്റി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഹൈ ലോഡ് ഫാക്ടർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ലോ ലോഡ് ഫാക്ടർ എന്തായിരിക്കും? നമ്മുടെ ആ ഒരു കപ്പാസിറ്റി, പ്ലാന്റ് കപ്പാസിറ്റി നല്ലപോലെ ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ അതിലേക്ക് ലോഡ് കൊടുക്കുന്നുള്ളൂവെങ്കിൽ ദെൻ അതിനെയാണ് ലോ ലോഡ് ഫാക്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ദ ബ്ലേഡ് ഫ്രിക്ഷൻ ഇൻ എ സ്റ്റീം ടർബൈൻ. ഒരു സ്റ്റീം ടർബൈനിലെ ബ്ലേഡ് ഫ്രിക്ഷൻ എന്താണ് എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റിഡ്യൂസിങ് ദ വർക്ക് ഡൺ എന്നുള്ള, വർക്ക് ഡണിൻ്റെ കുറവുണ്ടാകും. നമുക്കറിയാം, ഒരു ബ്ലേഡിന് മുകളിലൂടെ ബ്ലേഡിൻ്റെ ഫ്രിക്ഷൻ കാരണം ഫ്ലൂയിഡ് അതിന് മുകളിലൂടെ പോകുമ്പോഴത്തേക്ക് ഫ്ലൂയിഡിൻ്റെ എനർജി കുറയുന്നു. അപ്പം ഇൻ എഫക്റ്റ് ആ ഒരു നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുന്നത്, അല്ലേ? ആ വർക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് കുറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റെഡ്യൂസിങ് ദ വർക്ക് ഡൺ. അല്ലാതെ റീഹീറ്റ് ദ ഗ്യാസിനെ റീഹീറ്റ് ചെയ്യുന്നതിൽ ബ്ലേഡ് ഫ്രിക്ഷന് യാതൊരു പങ്കും വഹിക്കാനില്ല. സ്പെസിഫിക് ഔട്ട്പുട്ടിനും കാര്യമില്ല. എക്സോസ്റ്റ് പ്രഷറും ബ്ലേഡ് ഫ്രിക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഇല്ല നമുക്ക്. സോ വർക്ക് ഡണ്ണിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, വർക്ക് ഡൺ. അപ്പം ബ്ലേഡ് ഫ്രിക്ഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുക, ബ്ലേഡ് ഫ്രിക്ഷൻ എന്നുള്ള ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത്. ഫ്രിക്ഷനെ പ്രോപ്പറായിട്ട് കുറയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഫ്രിക്ഷനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡണ്ണിനെ കൂട്ടാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് തെർമോഡൈനാമിക്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീം ടർബൈൻസ് എന്ന ടോപ്പിക്കിനെ പറ്റിയായിരുന്നു. ഇനി തെർമോഡൈനാമിക്സോട് ബന്ധപ്പെട്ട അടുത്ത കുറേ ടോപ്പിക്സും, അതല്ലാതെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, തിയറി ഓഫ് മെഷീൻ ഡിസൈൻ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി നമ്മൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സും എല്ലാം പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പുട്ടുപോലെ പാസ്സാവുന്ന എക്സാമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.